വെസ്റ്റ് ബംഗാളിലെ ശൈത്യകാല മേളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേളയാണ് ബിധാനഗർ മേള ഉത്സവ് എന്ന് പറയുന്നത്. ഈ ബിധാനഗർ മേള ഉത്സവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ബിധാനഗർ മേള ഉത്സവ് നടക്കുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നും മേളയിലേക്ക് ധാരാളം കച്ചവടക്കാർ എത്തുകയും ആ മേളയിൽ ഉണ്ടാകുന്ന ലാഭം അവർ ബംഗ്ലാദേശിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ധാരാളം വ്യാപാരികളുടെ ഒരു ജീവിതമാർഗം കൂടെയാണ് ഈ മേള എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബംഗ്ലാദേശിലെ വ്യാപാരികൾ ഇത്തവണ ഈ മേളയിൽ പങ്കെടുക്കേണ്ട എന്നുള്ള വലിയ രീതിയിലുള്ളൊരു ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ബംഗ്ലാദേശിലെ വ്യാപാരികളെ പ്രതിസന്ധിയിൽ ആക്കിയിട്ടുണ്ട്. ഈ ബിധാനഗർ മേളയിൽ 500ഓളം സ്റ്റാളുകളാണ് അവർ അവിടെ ഇടുന്നത്. ഈ 500ഓളം സ്റ്റാളുകളിൽ പല സ്റ്റാളുകളും ബംഗ്ലാദേശികൾ പണം കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത്. മേളയും ഫെയർ ഗ്രൗണ്ടിൽ സ്റ്റാളും ബുക്ക് ചെയ്ത അഡ്വാൻസ് ഇപ്പോൾ ബംഗ്ലാദേശികൾക്ക് തിരിച്ചു കൊടുക്കുകയാണ് അവിടെയുള്ള മേള നടത്തുന്ന ഏജൻസികൾ എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച സാൾട്ട് ലേക്ക് പാർക്ക്, സെൻട്രൽ പാർക്കിലെ ഫെയർ ഗ്രൗണ്ടിൽ ഈ മേള ഉദ്ഘാടനം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബിധാനഗർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഈ മേള നടത്തുന്നത്. ബിധാനഗർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഈ മേള നടത്തുമ്പോൾ അവർ നേരിട്ടല്ല ഈ മേള നടത്തുന്നത്. അവർ സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി വിവിധ ഏജൻസികളെയാണ് ഈ മേള ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ബംഗ്ലാദേശി വ്യാപാരികളുടെ സാന്നിധ്യം, അതായത് ഇത്തവണത്തെ മേളയ്ക്ക് ബംഗ്ലാദേശി വ്യാപാരികളുടെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങളെ ചൊടിപ്പിച്ചേക്കും എന്നാണ് ഈ മേള നടത്തുന്ന ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നിങ്ങനെയുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മേളയിൽ പ്രശ്നങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും മേളയ്ക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്തവരെ പൈസ റീഫണ്ട് ചെയ്യുന്നതായിരിക്കും എന്നും പറയുന്നു. സ്റ്റാർ പവലിയൻ, കിയോസ് ബുക്കിങ്ങുകൾ എന്നിവ നോക്കാൻ BMC ഏൽപ്പിച്ച ഏജൻസിയിലെ പ്രതിനിധിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ജനുവരി 28-ന് സെൻട്രൽ പാർക്ക് ഫെയർ ഗ്രൗണ്ടിൽ ഒരു പുസ്തകമേളയും നടക്കുന്നുണ്ട്. ഈ പുസ്തകമേളയ്ക്കും സമാനമായി ബംഗ്ലാദേശികൾ അവിടെ വരാറുണ്ട്. ഇത്തവണ ആ പുസ്തകമേളയ്ക്കും വരണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ മേളകളിൽ ഒന്നാണ് ഈ ബിധാനഗർ മേള എന്ന് പറയുന്നത്. ഈ വർഷവും സ്റ്റാളുകൾ സ്ഥാപിക്കാനായി അവർ താല്പര്യപ്പെട്ടു വന്നിരുന്നു. എന്നാൽ പണം നൽകി ബുക്കിംഗ് നടത്തി. പക്ഷേ ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ബംഗാളിലേക്ക് ഇവരെ കയറ്റിവിടാത്തത് എന്നും ഇപ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഫെയർ കമ്മിറ്റിയുടെ പ്രസിഡന്റായ BMC മേയർ കൃഷ്ണ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്: എനിക്കിതിനെക്കുറിച്ച് യാതൊന്നും തന്നെ അറിയില്ല. നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ മേളകൾ ബിധാനഗർ മേള ഉത്സവ്. ഇടതുമുന്നണി അധികാരത്തിലുള്ളപ്പോൾ ഒരു NGO ആണ് മേള സംഘടിപ്പിച്ചത്. 2011 മുതൽ ബിധാനഗർ മുനിസിപ്പാലിറ്റി മേള ഏറ്റെടുക്കുകയും 2015 രൂപീകൃതമായതു മുതൽ BMC ഇത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തവണ മേളയിലേക്ക് വരാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധത്തിൽ കൂടിയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള വ്യാപാരികൾ എന്നും മനസ്സിലാകുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.